ഇന്ന് നടന്ന 5ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിൻ്റെ ചോദ്യപേപ്പറാണിത്. നമുക്ക് ആൻസർ നോക്കാം. പ്രവർത്തനം 1. മാതൃസസ്യത്തിൽ നിന്നും പല സ്ഥലങ്ങളിലേക്ക് വിത്തുകൾ എത്തിപ്പെടുന്നതാണ് വിത്ത് വിതരണം. വിത്ത് വിതരണത്തിനുള്ള വിവിധ മാർഗ്ഗങ്ങൾ ഏതെല്ലാം ചോദിക്കേണ്ടത്? ജന്തുക്കൾ വഴി ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാറ്റിലൂടെ, വെള്ളത്തിലൂടെ, പൊട്ടിത്തെറിച്ച് അതെല്ലാം എഴുതാം. മുകളിൽ കൊടുത്തിരിക്കുന്ന ഫലങ്ങളിൽ വിത്ത് വിതരണത്തിന് സഹായകമായ അനുകൂലമായ ഘടകങ്ങൾ ഏതെല്ലാം ചോദിക്കേണ്ടത്? മാംസളമായ ഭാഗങ്ങൾ എഴുതാം, ആകർഷകമായ മണം എഴുതാം. താഴെ കൊടുത്തിരിക്കുന്നതിൽ പൊട്ടിത്തെറിച്ച് വിത്ത് വിതരണം ചെയ്യുന്ന സസ്യമാണ് ഇത് വെണ്ട. പ്രവർത്തനം 2. വിത്ത് മുളയ്ക്കലുമായി ബന്ധപ്പെട്ട പരീക്ഷണത്തിനുള്ള ചില സാമഗ്രികൾ താഴെ കൊടുത്തിരിക്കുന്നു. സ്റ്റീൽ ഗ്ലാസ്, പയർ, പിന്നെന്തെഴുതാം? മണ്ണ്, വെള്ളം എഴുതാം. വിത്ത് മുളയ്ക്കുന്നതിന് പ്രകാശം ആവശ്യമാണെന്ന് കണ്ടെത്തുന്ന പരീക്ഷണ സാമഗ്രികളും പരീക്ഷണ രീതിയിലും നിങ്ങൾ ചെയ്ത പരീക്ഷണമാണ്. കുറിപ്പൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടാവും, അതിനനുസരിച്ച് എഴുതുക. വിത്ത് മുളച്ച് ഇല ഉണ്ടാകുന്നത് വരെ ചെടിക്ക് ആഹാരം ലഭിക്കുന്ന എവിടെ നിന്നാണ്? ബീജപത്രത്തിൽ നിന്ന്. താഴെ പറയുന്ന വിത്ത് മുളച്ച് ആദ്യം പുറത്തു വരുന്ന ഭാഗം ഏതാണ്? ബീജമൂലം. കഴിഞ്ഞ അടുത്ത പ്രവർത്തനം 3 എന്താണ്? ആഹാര ശൃംഖല കൊടുത്തിരിക്കുന്നത്. മുകളിൽ കൊടുത്തിരിക്കുന്ന ആഹാര ശൃംഖല ജാലത്തിൽ കുറുക്കൻ്റെ എണ്ണം കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? കുറുക്കൻ്റെ എണ്ണം കുറഞ്ഞാൽ അവയ്ക്ക് ഭക്ഷണം കിട്ടില്ല. അവയ്ക്ക് ഭക്ഷണം കിട്ടില്ലെങ്കിൽ ഇവ ചാവും. അപ്പം എന്ത് ചെയ്യും? ഇത് കൂടും. ഇത് കൂടിയാൽ എന്ത് ചെയ്യും? പിന്നെ അവയ്ക്ക് നിലനിൽപ്പുണ്ടാവില്ല. അങ്ങനെ മൊത്തം ഇത് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ എന്താണ് ഇതിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ ആഹാര ശൃംഖല ജാലം തന്നെ നശിച്ചു പോകും. അതാണ് ആൻസർ. സസ്യങ്ങൾ നടക്കുന്ന വാതകനുമായി ബന്ധപ്പെട്ട ചിത്രീകരണത്തിൽ വിട്ടുപോയ വാതകങ്ങളുടെ പേരെഴുതുക. പ്രകാശ സംശ്ലേഷണ സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ച് ഓക്സിജൻ പുറത്തുവിടുന്നു. ശ്വസന സമയത്ത് ഓക്സിജൻ സ്വീകരിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നു. ചുവന്ന ചീരയ്ക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകമാണിത്. ആന്തോസയാനിൻ. പ്രവർത്തനം 4. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രീകരണം പൂർത്തിയാക്കുക. ജലത്തിൻ്റെ സവിശേഷത നിങ്ങൾ ടെസ്റ്റിൽ പഠിച്ചതാണ്. താപം വഹിക്കുന്നവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെന്തെഴുതാം? വിതാരം പാലിക്കുന്നു എഴുതാം. 3 ആസുകൾ കാണപ്പെടുന്നു എഴുതാം. മണം, നിറം, ആകൃതി എന്നിവയില്ല. അടുത്തത് ബി. മാതൃക പോലെ കളങ്ങൾ പൂർത്തിയാക്കുക. പദാർത്ഥം ജലം, ദ്രാവകത്തിൽ ഐസ്, ഖരത്തിൽ വാതകം, നീരാവിയിൽ. താഴെ കൊടുത്തിരിക്കുന്ന മഴവെള്ള സംഭരണ മാർഗ്ഗം അല്ലാത്തതാണ് മുറ്റം കോൺക്രീറ്റ് ചെയ്യുക. പ്രവർത്തനം 5. വേരുകളുടെ സവിശേഷത മനസ്സിലാക്കാനായി ഒരു കുട്ടി കണ്ടെത്തിയ സസ്യങ്ങളാണ് താഴെ നൽകിയിരിക്കുന്ന അവയെ അനുയോജ്യമായ രീതിയിൽ കൂട്ടങ്ങളാക്കുക. മാവ്, പ്ലാവ്, പിന്നെ ഏതാണ്? പേര അല്ലേ? അതിനൊരു കൂട്ടങ്ങളാക്കാം. അത് എന്ത് വേരാണ്? തായ് വേര്. പിന്നെ തെങ്ങ്, പുല്ല്, മുള, അത് നാരുവേരാണ് അല്ലേ? ഇനി ഓരോ കൂട്ടത്തിൽ ഉൾപ്പെട്ട സസ്യങ്ങളിലെ ഇലകളുടെ സവിശേഷത എന്ത് ചോദിക്കുന്നുണ്ട്? നാരുവേരാണെങ്കിൽ സമാന്തര ശിലാന്യാസം, തായ്വേരാണെങ്കിൽ ജാലിക ശിലാന്യാസം ആയിരിക്കും. അടുത്ത സി. മുകളിൽ സൂചിപ്പിച്ച തരത്തിൽ വേരും ഇലയും തമ്മിൽ ബന്ധം കാണിക്കാത്ത സസ്യ ജോഡി ഏതാണ്? ഇത് ചേമ്പ്, ചേന. പ്രവർത്തനം 6. ചിത്രീകരണം നിരീക്ഷിക്കണ്ടോ? പ്രവർത്തനം 6. ചിത്രീകരണം നിരീക്ഷിക്കൂ എന്ന് പറയുന്നുണ്ട്. രണ്ട് ചിത്രങ്ങൾ നോക്കുക അല്ലേ? നമ്മളിത് സൂര്യനുണ്ട്, മറ്റേ ഗ്രഹങ്ങളുണ്ട്, നക്ഷത്രങ്ങളൊക്കെ. അതായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചോദിച്ചു. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ആകാശഗോളങ്ങളുടെ കൂട്ടുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങൾ ചുവടെ കൊടുത്തിരിക്കുന്ന രണ്ടെണ്ണം കൂടി എഴുതാം. സൂര്യനാണ് കേന്ദ്രം പറഞ്ഞിട്ട് ആകാശഗോളങ്ങൾ സൂര്യന് ചുറ്റുന്ന സഞ്ചാരപാതയാണ് പരിക്രമണപഥം എന്ന് ഇവിടെ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട്. ഇനി സ്വയം പ്രകാശിക്കുന്ന ആകാശഗോള നക്ഷത്രങ്ങൾ എഴുതാം. സൗരയൂഥത്തിലെ മറ്റു ഗോളങ്ങൾ ഒക്കെ സൂര്യനെ ചുറ്റുന്നു എന്ന് എഴുതാം. പിന്നെ അവിടെ തിളക്കമുള്ള ഇതൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ കാര്യങ്ങളാണ് പറയാം. അങ്ങനെ പിന്നെ അല്ലേ എന്താ അതുമായിട്ട് ബന്ധപ്പെട്ട എന്താണ് പറയാം. കൃത്രിമ ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ട പട്ടിക പൂർത്തിയാക്കുക. കൃത്രിമ ഉപകരണം ഉപയോഗം: ഇൻസാറ്റ് വാർത്താവിനിമയത്തിന്, എജുസാറ്റ് വിദ്യാഭ്യാസത്തിന്, പ്രതിരോധത്തിന്, GSAT 7 യൂണിസാറ്റ്. ഈ നക്ഷത്രഗണത്തിൻ്റെ പേരെന്താണ്? വേട്ടക്കാരൻ. താഴെ നൽകിയിട്ടുള്ള സന്ദർഭങ്ങൾ ശ്രദ്ധിക്കും. നാരങ്ങാവെള്ളത്തിൽ പൊടിയുപ്പ് ചേർക്കുന്നു, നാരങ്ങാവെള്ളത്തിൽ കല്ലുപ്പ് അല്ലെങ്കിൽ പരലുപ്പ് ചേർക്കുന്നു. ഈ രണ്ട് സന്ദർഭങ്ങളിൽ ഏതിനാണ് വേഗത്തിൽ ഉപ്പ് അലിഞ്ഞു വരുന്നത്? എന്തുകൊണ്ട്? പൊടിയുപ്പിനാണല്ലേ. പൊടിയുപ്പ് ചേർത്താലാണ് വേഗത്തിൽ അലിഞ്ഞിറങ്ങുക. എന്താ കാരണം? പൊടിയുപ്പിന് വലിപ്പം കുറവാണ്. വസ്തുക്കളുടെ ലയന വേഗത്തെ സ്വാധീനിക്കുന്ന മറ്റു രണ്ട് ഘടകങ്ങൾ ഏതെല്ലാം? താപനില, ചലന വേഗത, ലായകത്തിൻ്റെ ചലന വേഗത ഒക്കെ എഴുതാം. താഴെ കൊടുത്തിരിക്കുന്ന ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കുക. ജലം അല്ലേ? ഇതൊക്കെ നീരാവി എന്ത് ചെയ്യുക? ചൂടാക്കുമ്പോഴാണ് എന്ത് ജലമായി മാറുക? ജലം തണുപ്പിക്കുമ്പോൾ എന്താവും? ഐസായി മാറും. അപ്പോൾ പൊതുവെ ഈസി ക്വസ്റ്റ്യനാണ്. നല്ല മാർക്ക് വാങ്ങാം.